അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇശമോള് പുതച്ച് മൂടിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, അവൾ രാത്രി ആകുമ്പോൾ വല്ല ട്രൗസറോ വല്ല പാൻറ്റോ ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുക. രാത്രി മേല് കഴുകിയിട്ട് പിന്നെ അങ്ങനെ ഇട്ടിട്ട് കിടന്നുറങ്ങും. പിന്നെ രാവിലെ എണീച്ചിട്ട് പിന്നെ നേരെ കുളിക്കുകയാണല്ലോ. അപ്പോൾ ചായ കുടിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വേഗം ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് മേത്ത് കൂടെ ഇട്ടതാണ് കേട്ടോ, വീഡിയോ എടുക്കില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ദോശ ചുട്ട് കൊടുക്കുകയാണ് ഓരോരുത്തർക്ക്. അപ്പോൾ വെള്ളിയാഴ്ച മദ്രസ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അവർ ഓരോരുത്തർ എണീറ്റ് വന്നിട്ട് ചായ കുടിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇവർ എണീറ്റ് വന്നിട്ട് ദോശ ഉണ്ടാക്കാറുള്ളൂ. ചട്നിയൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കി വയ്ക്കും. ഇവർക്ക് ദോശയ്ക്ക് ചട്നി മാത്രമായിട്ട് ഇഷ്ടമുള്ളൂ, സാമ്പാറൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ചട്നി മുന്നേ ഉണ്ടാക്കി വെച്ചു. ദോശ അവർ എണീറ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞും അവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ലാസ്റ്റാണ്. പിന്നെ അവന് മൂന്നാമത് ദോശ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവൻ പറയുന്നത് ഫസ്റ്റത്തെ ദോശ മൊരിയില്ല, എനിക്ക് മൂന്നാമത് മതി പറഞ്ഞിട്ട് മൂന്നാമത്തായിട്ട് അവൻ കഴിക്കുള്ളൂ. അപ്പം ഞാനും ഒപ്പം ചായ കുടിക്കണ്ടായിരുന്നു കേട്ടോ, കട്ടൻ ചായ. നമ്മൾ ഇപ്പോൾ ഗുളിക കഴിച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാറ്. അപ്പത്തിന് എൻ്റെ വയറൊക്കെ കാളിയിട്ട് ഭയങ്കര ഇതാവട്ടെ. എനിക്ക് അങ്ങനെ ചായ കുടിച്ച് ശീലമായിട്ടേ ഇപ്പം അത് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പം നമ്മുടെ ദോശയൊക്കെ മൊരിഞ്ഞ് കുട്ടപ്പനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. പാച്ചൂട്ടനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. ഇനി ഇശമോളനെയും കൂടി ഒരുക്കി കഴിഞ്ഞാൽ ഇവരെ സ്കൂളിൽ കൊണ്ടാക്കണം. ഇപ്പം നടന്നു പോകണില്ല കേട്ടോ. ഇപ്പോൾ 2-3 ദിവസം നടന്നപ്പോൾ പൂതി മതിയായി. അല്ലെങ്കിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ നടന്നു പോയിക്കോളാം പറഞ്ഞിട്ട്. ഇപ്പോൾ കുറച്ച് ദിവസം നടന്നപ്പോൾ അതിൻ്റെ പൂതി മതിയായിട്ട് അപ്പോൾ ഞാൻ കൊണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. അപ്പം ഞങ്ങളുടെ മേക്കപ്പ് ബോക്സ് കുഞ്ഞു കാണിച്ചു തരാണ് കേട്ടോ, കുഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് ഇശമോൾക്ക് ഞാൻ വാങ്ങി കൊടുത്തതാണ്. പാട്ട് പാടിയതിന് അവൾക്ക് അന്ന് പ്രൈസ് കിട്ടിയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഞാൻ വാങ്ങി കൊടുത്താട്ടോ അത്. അപ്പോൾ കുഞ്ഞു അതൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാണ്. അങ്ങനെ ഇത് അവരെ ഒരിക്കലും ഇടുക്കിയിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അവരെ കൊണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ, തമ്പനയിൽ ഞാൻ എന്താ അങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. വീഡിയോ അല്ല, ഷോർട്സ് ആയിട്ട് ഇട്ടത്. പടച്ചവനോട് മാത്രം നന്നായിട്ട് പെരുമാറിയിട്ട് കാര്യമില്ല, ചുറ്റുമുള്ള സഹജീവികളോടും കൂടി നന്നായി പെരുമാറണം. അപ്പോൾ ഇപ്പോൾ ബറാത്താണ്, നമുക്കിന്ന് ബറാത്ത് രാവാണ്. നാളെ ബറാത്താണ് അല്ലേ. അപ്പോൾ നാളെ മദ്രസയിൽ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ചീരിഞ്ഞ് കൊണ്ടുവരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ വീട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ഒരുപാട് പേരുടെ നനച്ചുളിയൊക്കെ കഴിഞ്ഞു, വീടൊക്കെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇന്ന് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തോട് കൂടിയിട്ട് തന്നെ ഫുള്ളും കഴിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ നടക്കില്ലെന്ന് എനിക്കറിയില്ല, എന്തായാലും നടത്തണം. നമുക്കൊരു നടത്തും എന്നുള്ളൊരു നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നടത്താമല്ലോ. പിന്നെ എനിക്ക് ഒരുപാട് പണികളൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലക്കാനുള്ളതൊക്കെ ഞാൻ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഒരുവിധം അലക്കിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പുതപ്പൊക്കെ ഉണ്ട്, അത് ഞാൻ സോപ്പും വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം എന്താ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ശില്പം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കുറച്ച് കൊടുന്നു. അത് ഇവർക്ക് മതിയായില്ല കേട്ടോ. അപ്പോൾ തുടങ്ങിയപ്പോൾ അറിയില്ല, ഞങ്ങൾക്ക് മതിയായില്ല ഉമ്മച്ചി, ഞങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തായോ. അപ്പോൾ ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് അവൾ എനിക്ക് പഴം തന്നിട്ടുണ്ടായിരുന്നു, പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അവൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അരിയൊന്നും വെള്ളത്തിലിട്ടില്ല, കുറച്ച് മൈദയും റവയും അരിപ്പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ശർക്കരപ്പാവിൽ അരച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം വെച്ചു, രാവിലെ എടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അടിപൊളി ഉണ്ണിയപ്പം ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ, അവർക്കൊരു പുതുക്കി മാത്രം. അപ്പോഴാണ് പറയുന്നത് മദ്രസയിലേക്ക് ചീരിഞ്ഞ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അതിന് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ, അവർക്കൊന്ന് മദ്രസയിലേക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിനിത്തിരി ഭംഗിയുള്ളതും ചന്തമുള്ളതൊക്കെ നോക്കി കവറിലാക്കിയിട്ട് മാറ്റി വെച്ചു, നാളെ പോകുമ്പോൾ കൊടുത്തേക്കാം വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുഞ്ഞു കരാട്ടയ്ക്ക് പോയേക്കാണ്. രാവിലെ കുഞ്ഞുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിനൊക്കെ. അപ്പോൾ അവൻ 12 മണിക്കേ വരുള്ളൂ. അങ്ങനെ ഞാനതൊക്കെ നമ്മുടെ കിടക്കയുടെ ഷീറ്റും കിടക്കയുടെ വിരിയും പുതപ്പും ഒക്കെ നമ്മൾ കഴുകാമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ വലിയ പുതപ്പൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുക ചെയ്തത്. നമ്മുടെ വാഴാനിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് അലക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൊടുത്തേക്കായിരുന്നു കേട്ടോ, അവിടെ കഴുകാൻ ബുദ്ധിമുട്ടായ കാരണം. ഇവിടെ നമുക്ക് ബാക്കിൽ നമ്മൾ എന്നും അടിച്ച് കഴിയുന്ന സ്ഥലമല്ലേ, അവിടെ ഇട്ടിട്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കഴുകി കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. ഇനി മഴക്കാലം ആയാലും ഞാൻ എടുക്കുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ചവിട്ടി കയറാനാക്കിയിട്ട് ആക്കണ്ടല്ലോ. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി മഴക്കാലത്തല്ലേ പുതപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പൊക്കെ പുതപ്പ് കിടക്കയിൽ കാണുമ്പോൾ തന്നെ ദേഷ്യം വരിക. അതൊക്കെ ചവിട്ടി താഴത്തേക്ക് ഇട്ടിട്ടേ കിടന്നുറങ്ങണത്. പുതപ്പിൻ്റെ ഒരു അംശം പോലും മേത്തേക്ക് വരണത് ഇപ്പം ഇഷ്ടമല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ചൂടാണ്, ഇനി ചൂട് കൂടാനാണ് പോണത്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, വേനൽ മഴ 2-3 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമായേനെ. അപ്പോൾ അതുകൊണ്ട് പുതപ്പൊക്കെ കഴുകിയിട്ട് ഇനി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറച്ച് മാറാലൊന്നും അധികം ഇല്ല കേട്ടോ തട്ടാൻ. അപ്പോൾ ഞാൻ ശില്പമൊന്നും എണീറ്റിട്ടില്ല. അവരുടെ ബാക്കിൽ പോയിട്ട് അവരെ മാറാല ചൂലൊക്കെ എടുത്തിട്ട് വന്നു. നോക്കിയപ്പോൾ അവർ അടുക്കള വാതിൽ അടഞ്ഞെടുക്കട്ടോ. അപ്പോൾ പിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് ഞാനത് എടുത്തു വന്നിട്ട് നമ്മുടെ മാറാലൊക്കെ തട്ടി അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചിലപ്പോൾ വീഡിയോയിലോ ഇത് കാണുന്നുണ്ടാവും.
പക്ഷെ അതുകൊണ്ട് അടിക്കൊരു സുഖമില്ല കേട്ടോ. അവിടെ അതിൻ്റെ മുകളിൽ മറ്റേ സംഭവങ്ങളൊക്കെ കുറവായിരുന്നു, കമ്പിയാണ് അതിൽ തട്ടുന്നത് അവിടെ. അതുകൊണ്ട് ഞാൻ കുറച്ച് അടിച്ചിട്ട് പിന്നെ അത് അവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ കുറച്ച് ചൂല് കൊണ്ടിട്ട് അടിച്ചത്. പിന്നെ എത്താത്തോടത്ത് മാത്രം അതിനൊന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അടുക്കള വലിയ കാര്യമായിട്ട് മാറാലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കാണുമ്പോൾ തട്ടാറുള്ളതാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള മാറാലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വലിയ പുതപ്പ് 2 എണ്ണം, അതിലത്തെ ഒന്ന് ഞാനിതാ വലിയൊരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിൽ നമ്മുടെ സോപ്പും പൊടി ആക്കി വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് നേരം അവിടെ മുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കയറി അതിലങ്ങോട്ട് ആർമാദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതപ്പൊക്കെ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം തന്നെ അതിൽ മുക്കി വെക്കട്ടെ എന്ന് വിചാരിച്ച് നല്ലോണം കുതിരട്ടെ. ചെളി ഉണ്ടാവും കേട്ടോ, പിള്ളേർ ചവിട്ടി കൂട്ടുന്നതല്ലേ, ചെളി ഉണ്ടാവും. ഇത് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും കഴുകാറില്ല. നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഇതിട്ടിട്ട് കഴുകാനും പറ്റില്ല കേട്ടോ. 6.5 കിലോൻ്റെ അല്ലേ വാഷിംഗ് മെഷീൻ, അതുകൊണ്ട് തന്നെ അതിലിട്ടിട്ട് കഴുകാനും പറ്റില്ല. അപ്പോൾ പിന്നെ അത് അങ്ങനെ കഴുകാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം കഴുകാൻ കടയിൽ കൊണ്ടുപോയി കൊടുക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് അടിച്ച് വാരി ഇനി തുടയ്ക്കണം. ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കാതെ കയറ്റി വെച്ച പാത്രങ്ങളൊന്നുമില്ല. നമുക്ക് ആകെ 2-3 പാത്രങ്ങൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കാത്തുള്ളൂ. അല്ലാണ്ട് കഴുകാൻ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കഴുകണതാണ്. ഇനിയിപ്പോൾ അതൊക്കെ വീണ്ടും എടുത്ത് കഴുകണമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ എന്നും ആ പാത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കഴുകാറുള്ളതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കണം. കുറച്ച് തന്നെ ഉള്ളൂ അത്. പിന്നെ നമ്മുടെ അടുക്കളയിൽ ജനലും അടുക്കളയിലത്തെയും അകത്തേത്തൊക്കെ ജനലും വാതിലൊക്കെ ഒന്ന് തുടച്ച് സെറ്റാക്കി ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നനച്ചൂലിയൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ തുടങ്ങലും അവസാനിക്കലും ഇന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നാളെ ഉണ്ടാവും. എല്ലാം കൂടിയിട്ട് ഇന്ന് തന്നെ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ വീടും പരിസരമൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ മനസ്സും കൂടി വൃത്തിയാക്കുക. നമ്മുടെ നോമ്പൊക്കെ വരാൻ പോവുകയാണ്. എല്ലാവരും വീട് വൃത്തിയാക്കുന്നതിൻ്റെ ഒപ്പം ഞാനും എൻ്റെ കാര്യം ഉൾപ്പെടെയായിട്ടാണ് പറയുന്നത്. മനസ്സും കൂടിയൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മൾ നോമ്പിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ട് ഞാനത് കൊടുത്തു കേട്ടോ. അപ്പോൾ അന്നത്തേലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, ആ കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്ത് കൊടുക്കാം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കിട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോയിലൂടെ പറയുമ്പോഴാണ് അവർ കമൻറ്റിലൂടെ ഓരോ കാര്യങ്ങൾ നമുക്ക് അറിയിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാത്രം കഴുകലൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചായ വെച്ച പാത്രങ്ങളും കുടിച്ച പാത്രങ്ങളും. അപ്പോൾ ഇതെന്താ വായിലൊഴിച്ച് കൊടുക്കുന്നത് വെച്ചെങ്കിൽ നാളികേരം ഉടച്ച വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ആച്ചൂട്ടനെ വിളിച്ചിട്ട് ആച്ചൂട്ടൻ്റെ വായിലൊഴിച്ചെടുത്തപ്പോൾ ഇഷമോൾ എന്നോട് ചോദിച്ചു, എന്തമ്മച്ചി കുഞ്ഞിക്കാക്ക് മാത്രം കൊടുക്കണമെന്ന്. അപ്പോൾ ഞാൻ അത് പാത്രം കഴുകിയ വെള്ളടി പറഞ്ഞപ്പോൾ ശരിക്ക് വേണ്ടാവുന്നു. അപ്പോൾ ആച്ചൂട്ടൻ പറഞ്ഞു, പാത്രം കഴുകിയ വെള്ളത്തിന് ഇത്ര മധുരം ഉണ്ടാവുമോ ചോദിച്ചു. അപ്പോൾ ഇഷമോൾ പറഞ്ഞു നിൽക്കും വേണമെന്ന്. സംഭവം നാളികേരത്തിൻ്റെ വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ അത് പിള്ളേർക്കൊക്കെ കൊടുത്ത് നമ്മൾ അടുക്കളൊക്കെ സെറ്റാക്കിയിട്ടു. ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ അടുക്കളയിലും അകത്തും ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് കുട്ടികൾക്കൊക്കെ ലീവാണ്. അവരേനൊക്കെ നമുക്ക് കൂട്ടണം, ഓരോ പണിയിലും കൂട്ടണം, അവർക്കും ഒരു സന്തോഷമാവും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.